ഞാനിന്ന് ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പ സോപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സീറോയിലാക്കിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഇതിലേക്ക് സോപ്പ് ബേസ് എത്രയാണ് വെക്കണമെന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ ഇതാ 527 ഗ്രാം സോപ്പ് ബേസാണ് ഞാൻ സൾഫർ പാരബൻ ഫ്രീ ആയ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ ചെറിയ ക്യൂബുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നല്ല ഗ്ലാസിൻ്റെ ഇത് വേഗം മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോപ്പ് ബേസ്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേ പാത്രത്തേക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പുഷ്പം ഉണക്കി പൊടിച്ചതാണ്. നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടിക്കണം. അതിലേക്ക് ചേർക്കാനുള്ളതാണ് ഗ്ലിസറിന്. സോപ്പ് ബേസിലേക്ക് ചേർക്കാനുള്ളതാണ് ഗ്ലിസറിന്, ബദാം ഓയിൽ, ഒലീവ് ഓയിൽ, സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളത് പിയേഴ്സിൻ്റെ ആണ്. പിന്നെ കറ്റാർ വാഴ ഞാൻ ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഓയിൽ. പിന്നെ ഇതാ ശംഖുപുഷ്പത്തിൻ്റെ വാട്ടർ. നമ്മളത് ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതാ നല്ല ബേസാണ്. സൾഫേറ്റ് ഫ്രീ ആയ പാരബൻ ഫ്രീ ആയ ജെല്ല്. ഇതാ അലോവേര ജെല്ല്. ഞാൻ പറഞ്ഞ അലോവേരൻ്റെ ഓയിൽ, വൈറ്റമിൻ ഇ. ഇത് ഈ ശംഖുപുഷ്പം വാട്ടറിലേക്ക് കലർത്താനുള്ളതാണ് സോപ്പ് ഉണ്ടാക്കുന്നവർക്ക്. ശംഖുപുഷ്പം നമ്മൾ പൊടിച്ചത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതിപ്പോൾ ഞാൻ റോസ് വാട്ടറിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് അതിൻ്റെ വാട്ടറാണ് ശംഖുപുഷ്പത്തിൻ്റെ. അലോവേര ജെല്ല് നമുക്കിതിൽ നന്നായിട്ട് ഇനി കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ അലോവേര ജെല്ല് നന്നായിട്ട് ശംഖുപുഷ്പം വാട്ടറിൽ നന്നായിട്ട് ലയിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഗ്ലിസറിനാണ്, ഒരു ലേശം ഗ്ലിസറിന്. ഇതിലേക്ക് അലോവേര ഓയിലാണ്, 2-3 തുള്ളി ഓയിൽ. ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 4 ക്യാപ്സ്യൂളാണ് ഞാൻ ഒഴിക്കുന്നത്. ഒലീവ് ഓയിലാണ് കേട്ടോ, ഒരു 3-4 ഡ്രോപ്സ് ഒലീവ് ഓയിൽ. ഇനി ഒഴിക്കുന്നത് ബദാം ഓയിലാണ്, ഒരു 10 തുള്ളിയോളം ബദാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബേസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഉണ്ടാക്കി വെച്ച ശംഖുപുഷ്പത്തിൻ്റെ വാട്ടറും നമ്മൾ ഗ്ലിസറിന്, റോസ് വാട്ടർ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ അതിൽ ഒഴിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. സോപ്പ് ബേസിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചെയ്ത് കൊടുന്ന് വെച്ച് സോപ്പ് ബേസിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ഡ്രോപ്സ് സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്മെല്ലിന് വേണ്ടി ഒഴിച്ച് കൊടുക്കുക.
ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിന് മേലത്തെ പത വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് മാറ്റി കൊടുക്കാം, സ്പൂൺ കൊണ്ട്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻറ്റ് അറിയിക്കുക. നല്ല ബ്രൈറ്റനിങ് സോപ്പാണ്. ശംഖുപുഷ്പം എല്ലാത്തിനും പറ്റിയതല്ല, അത് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കി. നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയായി. ഇനി 3 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 100 ഗ്രാമിൻ്റെ മോൾഡാണിത്. നമ്മൾ 530 ഗ്രാം എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നമ്മളെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. 5 സോപ്പ് നല്ല ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് നല്ലതാണ്. നല്ല ഉറപ്പായിട്ട് വേണ്ട കിട്ടിയിരിക്കുന്നത്. ഇത് 2 ദിവസം കഴിഞ്ഞ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങാം. ഇപ്പം തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ സോപ്പ് ഉണ്ടാക്കുന്നത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സോപ്പാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും ഞാൻ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. സബ്സ്ക്രൈബ്